ആടെ കിട്ടോ, എനിക്ക് ഞാൻ തരാം. അച്ഛൻ വിളിക്കട്ടെ. എത്ര നേരായി പോയിട്ട്? 10 മിനിറ്റ് അമ്മ വൈകിക്കുള്ളൂ. അങ്ങോട്ട് വാ. നാളെ തൊട്ട് വൈകുന്നേരം രാമേന്ദ്ര മാഷാടാ ട്യൂഷന് പോണം. അത് രാവിലെ പോയാ പോരെ, എനിക്ക് വൈകുന്നേരം കഴിക്കണം. അമ്മക്ക് ചെറുപ്പത്തിൽ ആരാവാനായിരുന്നു ഇഷ്ടം? അമ്മേന്റെ അമ്മയ്ക്കും അമ്മച്ചനല്ലോ എന്നെ ഡോക്ടർ ആക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അന്നേരം ഓരോരുത്തർ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും ആവാനായില്ല. പക്ഷെ എന്റെ മോളെ ഞാൻ ഡോക്ടർ ആക്കും കേട്ടോ. അപ്പൊ എന്റെ ആഗ്രഹോ? അയ്യോ സോറി, മോനിന്റെ ആഗ്രഹം എന്താ? അമ്മ ഫോണൊന്നും എടുത്തേ. ഫോണൊന്നും തരില്ല, പോയിരുന്നു പഠിച്ചോ. അമ്മ ഫോണൊന്നും എടുത്ത. അമ്മ എനിക്ക് ഇതുപോലെ ആയാ മതി. കുഞ്ഞോളെ വേണ്ട കേട്ടോ, വെറുതെ ഓരോരോ പഠിപ്പ്. കളിക്കാൻ പോകുന്നിടത്തുനിന്ന് ഓരോന്ന് പഠിച്ചു വരുന്ന. അമ്മച്ചനും ഡോക്ടറാൻ പറഞ്ഞിട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടിനോ? അതല്ല ഒരു ജോലിയല്ലേ. ഇതിങ്ങനെ ബാറ്റ് എടുത്ത് തുള്ളാൻ പോവാ. ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് വാങ്ങാനാണ് എന്റെ ആഗ്രഹം. മിണ്ടരുത് കടിക്കല്ലേ. വെറുതെ അച്ഛനെ പോലെ ബാറ്റ് കൊടുത്ത് ഓരോരോ പഠിപ്പ്. ആ സമയത്ത് 4 അക്ഷരം പഠിച്ചാലുണ്ടല്ലോ നല്ല ജോലി കിട്ടും. ഇനി ഇനി ആ ബാറ്റ് തൊട്ട് പോരുത് കടിക്കല്ലേ. ചേട്ടാ അമ്മ ഞാൻ ഇനി നല്ലോണം പഠിച്ചോളാം. ബാറ്റൊന്നും ആക്കല്ല. അമ്മേന്റെ ആഗ്രഹം പോലെ ഞാൻ ഡോക്ടർ ആയിക്കോളാം. അങ്ങനെ ആയാ നിനക്ക് നല്ലത്. അമ്മ എപ്പോഴും മക്കളെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുള്ളൂ. ഇങ്ങനെ ബാറ്റും പിടിച്ച് പോയിട്ടൊന്നും ഒരു കാര്യമില്ല കടിക്കോ. അമ്മ ചായ എടുക്കട്ടോ. ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ ഓരോ വീട്ടിലും ഓരോ കുട്ടികളും കടന്നു പോകുന്നത്. ഇന്ത്യ കപ്പടിക്കുന്ന കാണാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മുടെ കുട്ടികളിവിടെ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും മക്കളെ ഡോക്ടർ, എൻജിനീയർ, കളക്ടർ, ടീച്ചർ, പോലീസ് ഇതൊക്കെ ആക്കാനാണ് താല്പര്യം. ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർക്കറിയാം നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ 10ാം ക്ലാസ് തോറ്റതാണ് എന്ന്? തോറ്റ ടൈമിൽ സച്ചിനോട് പറയുക, നീ ഇനി ഫുൾ A+ വാങ്ങിയിട്ട് ബാറ്റ് തൊട്ടാൽ മതി എന്ന്. അങ്ങനെയെങ്കിൽ ഈ ഗോഡ് ഓഫ് ക്രിക്കറ്റ് തന്നെ ഉണ്ടാകുമായിരുന്നു? ഇല്ല, ഒരിക്കലുമില്ല. അതേപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ ലെജൻഡ് CR7 പഠിത്തം നിർത്തി ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയ ഒരാളാണ്. പഠിത്തം നിർത്തിയ ആ ടൈമിൽ പറയുകയാണ്, നീ പഠിപ്പ് ഫുള്ളാക്കിയിട്ട് ഇനി ഫുട്ബോൾ തൊട്ടാൽ മതി എന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ലെജൻഡും നമുക്കുണ്ടാകുമായിരുന്നു? ഇല്ല. കുട്ടികളെ പഠിപ്പിക്കണ്ട എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ സ്പോർട്സിനെ നമുക്ക് കണ്ടുകൂടെ? നമ്മുടെ കുട്ടികൾക്ക് എന്താണോ ആവേണ്ടത് അതാവാൻ നമ്മൾ അവരെ കൂടെ തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്? അമ്മയുടെയോ അതോ മകളുടെയോ? അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ.